നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയലാറുകാരനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ 11-ാം മൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ വാവാസ്. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് പറയുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു ഹോട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനം നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഒരു സിനിമാ നടിയെയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടന്മാരെയോ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെലിബ്രിറ്റികളെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മന്ത്രിമാർ തുടങ്ങിയ ആളുകളെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത്. എന്നാൽ ഹോട്ടൽ വാവാസ് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു യാചകനെ കൊണ്ടാണ് ഉദ്ഘാടനം നടത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ വാവാസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഹോട്ടൽ വാവാസ്. ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് തെരുവിൽ അലഞ്ഞു നടന്ന ഒരു യാചകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ അതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടായിരിക്കും അവർ ഒരു യാചകനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതെന്ന് നമുക്കിതിൻ്റെ ഓണർ സന്തോഷ് ചേട്ടനോട് തന്നെ ചോദിക്കാം. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്, നമ്മളൊരു ഇല്ലായ്മയെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെ കണ്ട് വേണം നമ്മളിത് ഉദ്ഘാടനം ചെയ്യിക്കാൻ നമ്മൾ നേരത്തെ കരുതിയിരുന്നതാണ്. അപ്പോൾ ഈ കടയുടെ തറക്കല്ല് വിട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിരുന്നൊരു ആഗ്രഹമാണ്, ഇത് ഇല്ലായ്മയുള്ള ഒരാളെ കണ്ട്, ജായനെ കണ്ട് വേണം ഉദ്ഘാടനം ചെയ്യിക്കാൻ നമ്മുടെ മനസ്സിൽ നേരത്തെ കൊണ്ടിരുന്നൊരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നമ്മൾ നിറവേറ്റി നോക്കി. തലേദിവസം രാത്രി തന്നെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് കറങ്ങി, ഞാൻ കൂട്ടുകാരെല്ലാം കൂടി. അപ്പോൾ ചേർത്തല ചെന്ന് ഇറങ്ങിയപ്പോൾ, ചേർത്തല സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചോദിച്ച്, ഇന്നപോലെ സംഭവമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരാമെന്ന്. ഞാൻ വരാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തലേദിവസം ഇങ്ങനെ തിരക്കി ചെന്നപ്പോൾ അങ്ങനെ ആ സ്പോട്ടിലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ കണ്ട് പറഞ്ഞ് അങ്ങേരെയും കൂട്ടി ഇവിടെ വന്ന് ഞങ്ങളുടെ റൂമിൽ കൊണ്ടിരുത്തി. ആ ടൈമായപ്പോൾ ഞങ്ങൾ അങ്ങേരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. നമുക്ക് നമ്മളില്ലായ്മയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു ഇല്ലായ്മക്കാരനെ കൊണ്ട് വേണം നമുക്ക് ജയിക്കാനെന്നാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടിരുന്നൊരാഗ്രഹം. അല്ലാതെ മറ്റൊന്നും കണ്ടല്ല, അത് വേറെ പേര് വെക്കാനോ അങ്ങനെയൊന്നുമില്ല. നമ്മളില്ലായ്മയെന്ന് വളർന്നത്. അപ്പം നമുക്കൊരു നേരത്തെ ആഹാരം കിട്ടാൻ വഴിയില്ല, നമ്മൾ ജീവിച്ചു വന്നതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആൾക്കാരെ കൊണ്ടുവേണം നമുക്ക് ഉദ്ഘാടനം ചെയ്യിക്കാൻ എന്ന് കണ്ടുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അല്ല വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്യാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ കൂടി ആരെങ്കിലും ഒരു ഇല്ലായ്മക്കാരൻ പോകുന്നുണ്ട്, ഞാൻ അയാൾക്ക് ഒരു പൊതി ഭക്ഷണം വിളിച്ചു കൊടുക്കും. അത് ഇങ്ങോട്ട് വരണ്ട, എൻ്റെ കണ്ണിന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചവർക്കൊരു ഭക്ഷണം പോയി കൊടുത്തേ ഞാൻ വിടാറുള്ളൂ. അത് ഇങ്ങനെയൊന്നല്ല, എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മുടെ സന്തോഷ് ചേട്ടൻ ഇല്ലായ്മയിൽ നിന്നാണ് വളർന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും പട്ടിണിയും അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഇല്ലായ്മക്കാരോട് വലിയ സ്നേഹം. ആൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ. കടയുടെ മുതലാളി ആയിട്ടും ആ ഒരു ജാടയും ഒന്നും ഇല്ലാതെ ഒരു ജോലിക്കാരനെ പോലെ ഓടി നടന്ന് പണി ചെയ്യുന്ന, എല്ലാവരോടും വലിയ സ്നേഹത്തിൽ സംസാരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ വിനയവും കാരുണ്യമുള്ള മനസ്സും കൊണ്ടാണ് ഹോട്ടൽ ഉദ്ഘാടനത്തിന് ഒരു യാചകൻ തന്നെ വേണമെന്ന് സന്തോഷ് ചേട്ടൻ നിർബന്ധം പിടിച്ചത്. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ടാകും, ഒരു യാചകനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഹോട്ടൽ വിജയിക്കുമോ എന്ന്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം രുചിയുള്ളതും കൃത്രിമം ഇല്ലാത്തതുമായ ഭക്ഷണം കൊടുത്താൽ ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലും ഹോട്ടൽ വിജയിക്കും. കാരണം അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ 11-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹോട്ടൽ വാവാസ്. ഭക്ഷണത്തിൻ്റെ വിലയറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സന്തോഷ് ചേട്ടന് ആ കാര്യത്തിൽ വലിയ നിർബന്ധമാണ്. രുചിയുണ്ടാവുക എന്നത് മാത്രമല്ല, ആ ഭക്ഷണത്തിൽ മായമൊന്നും ചേർക്കാതെ മനസ്സു നിറഞ്ഞ് ആളുകൾ ഭക്ഷണം കഴിച്ച് പോവുക എന്നത് സന്തോഷ് ചേട്ടന് വലിയൊരു നിർബന്ധം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഹോട്ടൽ വൻ വിജയമാണ്. ഇവിടെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് നാടൻ ഊണ്, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് തുടങ്ങിയ റൈസ് ഐറ്റംസുകളും, വെജിറ്റബിൾ കുറുമ, ചില്ലി ഗോബി, ഗോബി മഞ്ചൂരി, പനീർ ബട്ടർ മസാല, ചില്ലി പനീർ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ചില്ലി ബീഫ്, ബീഫ് കൊണ്ടാട്ടം, BDF, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, പെപ്പർ ചിക്കൻ, കടായി ചിക്കൻ, ഗാർലിക് ചിക്കൻ, ചിക്കൻ കൊണ്ടാട്ടം, ബട്ടർ ചിക്കൻ, പിന്നെ നല്ല അടിപൊളി കേര, സിലോപ്പി, മത്തി, വാറ്റ, അയല തുടങ്ങിയ ഫിഷ് ഐറ്റംസുകളും
എന്നീ വേണ്ട ഹോട്ട് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് തുടങ്ങി ഫുഡ് ഐറ്റംസുകൾ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ വേണമെന്ന് പറയാം. അപ്പോൾ ഒരു യാചകൻ ഉദ്ഘാടനം ചെയ്ത ഈ ഹോട്ടൽ വാവാസിൽ കയറുവാനും അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ സന്തോഷ് ചേട്ടനെ ഒന്ന് അഭിനന്ദിക്കാനും മറക്കരുത്. ഈ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ചേർത്തല കഴിഞ്ഞിട്ട് 11-ാം മൈൽ എന്ന സ്ഥലത്താണ്. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറക്കരുത്. അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. ബൈ.